ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഘാന, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിലെത്തി. അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിൽ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ രാജ്യത്തെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ലഭിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിയന്ത്രണങ്ങൾ ശക്തം. അതിതീവ്ര മഴ തുടരുന്ന ഹിമാചൽ പ്രദേശിലെ ഉൾപ്പെടെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഘാന, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെത്തി. 57 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അർജന്റീനയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയൻ തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കും. ഏകദേശം 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയയിൽ എത്തുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡ സിൽവയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിങ്കളാഴ്ച അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പിന്നീട് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. മെഡിക്കൽ ടൂറിസത്തിന്റെയടക്കം പ്രധാന കേന്ദ്രമായി ദക്ഷിണേന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൌകര്യങ്ങളാണ് ലഭ്യമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴക്കൂട്ടം അൽ സാജ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷം കൊണ്ട് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 776 ആയെന്നും ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോവിഡ് വാക്സിനേഷനെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി നാളെ ചെന്നൈയിലേക്ക് മടങ്ങും. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാന ജില്ലാതല കൺട്രോൾ റൂമുകൾ തുറക്കുകയും ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. രോഗം സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിയായ യുവതി ചികിത്സയിലാണ്. ആകെ 345 പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് സമ്പർക്ക പട്ടികയിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. പ്രദേശത്തെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 6 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിലേക്കുള്ള റോഡുകൾ അടച്ച് പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ക്ലാസുകൾ ഓൺലൈനായി നടത്തും. വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. പ്രദേശത്തുള്ളവരുടെ 3 ആഴ്ച മുൻപ് വരെയുള്ള രോഗവിവരങ്ങൾ ശേഖരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ആശുപത്രിയിലും ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലും സന്ദർശകരെ അനുവദിക്കില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിപയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൺട്രോൾ റൂം നമ്പറായ 049523739003 വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 049523739003.
ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച രോഗി നിപ ബാധിതയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ വന്നിട്ടില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡിഎംഒ അറിയിച്ചു. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ബാക്കിയുള്ള 410 വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 2ാംഘട്ട പ്രവർത്തനങ്ങളുടെ സ്ഥലമൊരുക്കലും തുടരുകയാണെന്ന് പ്രദേശം സന്ദർശിച്ച റവന്യൂ മന്ത്രി പറഞ്ഞു. ഇന്ന് അന്തർദേശീയ സഹകരണ ദിനം. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുക, അതിന്റെ മികച്ച മാതൃകകൾ ജനസമക്ഷം എത്തിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കേരളത്തിലെ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ അങ്കമാലിയിൽ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആശയവിനിമയം നടത്തി. ഈ സംസ്ഥാനങ്ങളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. അതേസമയം ഹിമാചൽ പ്രദേശിൽ ബുധനാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നദികളിൽ ഇറങ്ങരുതെന്നും സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതികളിൽ ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 69 പേരാണ് മരിച്ചത്. ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാപാര കരാറുകൾ സംബന്ധിച്ച് സ്വന്തം നിബന്ധനകൾ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ മാത്രമേ ഇന്ത്യ നടത്താറുള്ളൂവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സമയക്രമം അടിസ്ഥാനമാക്കിയുള്ള വ്യാപാര കരാർ ചർച്ചകൾ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत अपने शर्तों पर चर्चा करता है. अलग अलग देशों के साथ चर्चा चल रही है. यूरोपियन यूनियन हो, न्यूजीलैंड हो, ओमान हो, USA हो, चिली हो, पेरू हो, कई देशों के साथ एग्रीमेंट की बात चल रही है. फ्री ट्रेड एग्रीमेंट तभी संभव होता है जब दो तरफा फायदा हो. इट शुड बी अ विन-विन एग्रीमेंट. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. 3ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 64 റൺ എന്ന നിലയിലാണ്. KL രാഹുലും കരുൺ നായരുമാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 407-ന് അവസാനിച്ചതോടെ 180 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡും ഇന്ത്യയ്ക്കുണ്ട്. വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യത ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. തായ്ലാന്റിലെ ചിയാങ് മായ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6-നാണ് മത്സരം. കാനഡ ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിദംബി ശ്രീകാന്ത് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ചൈനീസ് തായ്പേയ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്ത് സെമിയിൽ കടന്നത്. ഇന്ന് രാത്രി നടക്കുന്ന സെമി ഫൈനലിൽ ശ്രീകാന്ത് ജപ്പാൻ താരത്തെ നേരിടും. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ സഹായ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. മീററ്റ് ബദൌൺ ഹൈവേയിൽ ഇന്നലെ വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് വരൻ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. ഒഡീഷയിലെ പുരിയിൽ പ്രശസ്തമായ ബഹുദ യാത്ര പുരോഗമിക്കുന്നു. തിരിച്ചുവരവ് രഥോത്സവം എന്നർത്ഥം വരുന്ന ബഹുദ യാത്ര രഥയാത്രാ ഉത്സവത്തിന്റെ 9ാം ദിവസമാണ് നടക്കുന്നത്. പുരിയിലെ പ്രധാന തെരുവുകളിലൂടെയുള്ള യാത്രയിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുചേരും. ജനത്തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഘാന, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിലെത്തി. അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിൽ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ രാജ്യത്തെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ലഭിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിയന്ത്രണങ്ങൾ ശക്തം. അതിതീവ്ര മഴ തുടരുന്ന ഹിമാചൽ പ്രദേശിലെ ഉൾപ്പെടെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ.
കേരളത്തിൽ ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.